ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മളുള്ളത് ജർമ്മനിയിലെ ഏറ്റവും മനോഹരവും ചരിത്ര പ്രസിദ്ധവുമായ നഗരങ്ങളിലൊന്നായ ഫ്രൈബൂർഗ് ഇം ബ്രൈസ്ഗൌവിലാണ്. ഫ്രൈബൂർഗ് സൗത്ത് വെസ്റ്റ് ജർമ്മനിയിലെ ഒരു വൈബ്രന്റ് യൂണിവേഴ്സിറ്റിയാണിത്. കൂടാതെ ഫ്രൈബൂർഗിനെ ഗേറ്റ്വേ ടു ദ ബ്ലാക്ക് ഫോറസ്റ്റ് എന്നാണ് അറിയപ്പെടുന്നത്. ബാഡൻ വൂർട്ടംബർഗ് സ്റ്റേറ്റിലെ ഏറ്റവും മനോഹരമായ നഗരങ്ങളിലൊന്നാണ് ഈ ഫ്രൈബൂർഗ് ഇം ബ്രൈസ്ഗൌ. ഇത് ജർമ്മനിയിലെ ഏറ്റവും സണ്ണിയസ്റ്റ് സിറ്റി കൂടിയാണ്. ഇവിടുത്തെ ജനസംഖ്യ ഏകദേശം 2.25 ലക്ഷത്തിനടുത്ത് മാത്രമാണ്. പക്ഷേ യൂണിവേഴ്സിറ്റി സിറ്റി ആയതിനാൽ സ്റ്റുഡൻസും ടൂറിസ്റ്റുകളും റിസർച്ചേഴ്സും ഒക്കെയായി ഈ സിറ്റി കുറച്ചുകൂടെ ലൈവായി തോന്നുന്നുണ്ട്. ഏകദേശം 1120 വർഷങ്ങൾ പഴക്കമുണ്ട് കേട്ടോ ഈ സിറ്റിക്ക്. പൊതുവെ യൂറോപ്യൻസിന്റെ വേനൽക്കാലമാകുമ്പോൾ എനർജി ലെവൽ ഇച്ചിരി കൂടുതലാണല്ലോ. ഇന്നിവിടെ പ്രത്യേകിച്ച് ഒരു കൂടുതൽ എനർജിയും ഭയങ്കര ഒരു സന്തോഷവും ആൾക്കാരിൽ ഇന്ന് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. ഫ്രാൻസും സ്വിറ്റ്സർലാൻഡും വളരെ അടുത്താണ് കേട്ടോ. എനിക്ക് തോന്നുന്നു 45 മിനിറ്റ്സ് കൊണ്ട് ഇവിടെ നിന്ന് ഫ്രാൻസിലെത്താം. ഏകദേശം ഒരു 60 കിലോമീറ്റർ ആയാലും നമുക്ക് സ്വിറ്റ്സർലാൻഡിലും എത്തും. ഈ ടൗണിലൂടെ ഫുള്ളായിട്ട് ഒരു ചെറു വെള്ളച്ചാൽ ഒഴുകുന്നുണ്ട്. ഇതിനെ ജർമ്മനിയിൽ ബെഷ്ലെ എന്നാണ് വിളിക്കുന്നത്. പണ്ടുകാലത്ത് ഈ സിറ്റിയിലേക്ക് കുടിവെള്ളം എത്തിക്കാനായിരുന്നു ഇത് ഉണ്ടാക്കിയിരിക്കുന്നത്. പിന്നെ ഇവിടുത്തെ ആൾക്കാരുടെ വിശ്വാസപ്രകാരം ഇതിൽ അബദ്ധത്തിൽ കാലിട്ടു പോയാൽ ഫ്രൈബൂർഗിൽ നിന്നുള്ള ഒരാളെയാണ് കല്യാണം കഴിക്കേണ്ടി വരിക എന്നാണ്. എന്തായാലും എനിക്കിതിപ്പോൾ ട്രൈ ചെയ്യാൻ പറ്റില്ലല്ലോ. നിങ്ങൾ ആരെങ്കിലും ഇവിടെ വരികയാണെങ്കിൽ, പ്രത്യേകിച്ച് ബാച്ചിലേഴ്സ്, ഇവിടെ വന്ന് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. നമ്മളിപ്പോൾ നടന്നു പോകുന്നത് ഫ്രൈബൂർഗിന്റെ എൽസ്റ്റാഡ് അഥവാ ഓൾഡ് ടൗണിലൂടെയാണ്. ഇത് തന്നെയാണ് ഈ നഗരത്തിന്റെ ഹൃദയവും ഹിസ്റ്റോറിക്കൽ സെന്ററും. ഈ സിറ്റിയിലൂടെ നടക്കുമ്പോൾ മെയിനായിട്ട് കാണാൻ പറ്റുന്നത് പഴയ ചെറു വഴികളും ഗോത്തിക് സ്റ്റൈൽ നിർമ്മിച്ച പള്ളികളൊക്കെയാണ്. കൂടാതെ റോഡുകൾ നിർമ്മിച്ചിരിക്കുന്നത് കോബിൾ സ്റ്റോൺ കൊണ്ടാണ്. ഈ ട്രാം ലൈൻ ഒക്കെ ഇതുവഴിയാണ് പോകുന്നത്. നിങ്ങൾ ഫ്രൈബൂർഗിൽ വരികയാണെങ്കിൽ മസ്റ്റായിട്ടും കാണേണ്ട ഒരു സ്ഥലം തന്നെയാണ് കേട്ടോ ഓൾഡ് സിറ്റി. ഒരു ഷോർട്ട് വാക്കിൽ തന്നെ നിങ്ങൾക്ക് ഹിസ്റ്ററി, ഷോപ്പിംഗ്, കൾച്ചർ, ഈ സിറ്റിയുടെ എല്ലാ ഭംഗിയും നമുക്ക് ഒരുമിച്ച് കാണാൻ പറ്റും. ഓൾറെഡി ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഫ്രൈബൂർഗ് ജർമ്മനിയിലെ വാർമസ്റ്റ് സിറ്റി കൂടിയാണ്. 27 ഡിഗ്രിയാണ് ചൂട്. പക്ഷേങ്കിൽ ഈ ഒരു ചൂട് എന്ന് പറഞ്ഞാൽ നമ്മൾ നന്നായിട്ട് പൊള്ളിക്കുന്നുണ്ട്. ഇവിടെ യൂറോപ്പിൽ UV റേഡിയേഷൻ കൂടുതലായതുകൊണ്ട് തന്നെ ഈ 26, 27 എന്നൊക്കെ പറയുന്നത് അൺസൈക്കബിൾ ആണ് കേട്ടോ. ഫ്രൈബൂർഗിലെ പബ്ലിക് ട്രാൻസ്പോർട്ടും അടിപൊളിയാണ്. ട്രാമുകളും ബസ്സുകളും എല്ലായിടത്തേക്കും ഉണ്ടെങ്കിലും എൽസ്റ്റാഡിന്റെ ഭാഗം കൂടുതലും നടക്കാൻ മാത്രമുള്ളതാണ്. എന്നാലേ ഈ സിറ്റിയുടെ ഭംഗി മുഴുവൻ ആസ്വദിക്കാനും പറ്റുള്ളൂ. ജർമ്മനിയിലെ ഗ്രീൻ സിറ്റിയും ഫ്രൈബൂർഗ് ആണ് കേട്ടോ. ഈ സ്ട്രീറ്റുകളിലൂടെ ഇങ്ങനെ നടന്നു പോകുമ്പോൾ മിക്കയിടത്ത് ഇതുപോലെ ചെറിയ കഫേകൾ കാണാം. ഇവിടെ ഇരുന്ന് കാപ്പി കുടിച്ചുകൊണ്ട് ഒരു ബ്ലാക്ക് ഫോറസ്റ്റ് കേക്കൊക്കെ കഴിച്ച് ആൾക്കാരൊക്കെ ഇങ്ങനെ നോക്കിയിരിക്കുക. അടിപൊളിയല്ലേ? ആഗ്രഹമുണ്ട്. പക്ഷേ വിശപ്പ് ഈ ഒരു കോഫിയിലോ അല്ലെങ്കിൽ കേക്കിലോ ഒന്നും ഒതുങ്ങാത്തത് കൊണ്ട് തന്നെ ഞങ്ങൾ നേരെ പോയത് ഒരു റെസ്റ്റോറൻറ്റിലേക്കാണ്. അപ്പോഴാണ് ഈ മെക്സിക്കൻ റെസ്റ്റോറൻറ്റ് ഞങ്ങളെ കണ്ണിൽപ്പെട്ടത്. നല്ല ഭംഗിയില്ലേ ഇവിടെ കാണാൻ വേണ്ടിയിട്ട്. ഈ റെസ്റ്റോറൻറ്റ് ഒന്ന് കണ്ടു നോക്കൂ. ഇതാണ് മോൺസ്റ്റർ പ്ലാസ്റ്റ്. ഇവിടെയാണ് ശരിക്കും പറഞ്ഞാൽ ഈ സിറ്റിയിലെ ഏറ്റവും കൂടുതൽ തിരക്കേറിയ സ്ഥലം. ഇതൊരു ഗോത്തിക് സ്റ്റൈലുള്ള കത്തീഡ്രലാണ്. 116 മീറ്റർ ഉയരമുണ്ട് ഈ ടവറിന്. നമുക്ക് ഈ ടവറിന്റെ ഉള്ളിൽ കയറാൻ പറ്റുന്നതാണ്. പക്ഷെ ഞങ്ങൾ ഒരു ദിവസം മാത്രമാണ് ഫ്രൈബൂർഗ് പ്ലാൻ ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ
ഞങ്ങളുടെ ഒരു പ്ലാനിലുള്ളത് വേറൊരു സ്ഥലമാണ്. നമുക്ക് അത്രയും സമയമില്ല, അതുകൊണ്ട് ഇതിൻ്റെ അകത്ത് കയറാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ശരിക്കും ഈ ഒരു നഗരത്തിന്റെ പ്രധാന ആകർഷണം തന്നെ ഈ ഒരു കത്തീഡ്രലാണ്. ഏകദേശം 800 വർഷം പഴക്കമുണ്ട് കേട്ടോ ഇതിന്. 13-ാം നൂറ്റാണ്ടിൽ നിർമ്മിച്ച 22 മീറ്റർ ഉയരമുള്ള ഈ ടവർ മാർട്ടിൻ സ്റ്റോർ എന്നാണ് അറിയപ്പെടുന്നത്. ഇത് ഫ്രൈബുർഗ് സിറ്റിയിലേക്കുള്ള പ്രധാന എൻട്രി ഗേറ്റ് ആയിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. ഫ്രൈബുർഗ് ജർമ്മനിലെ ഏറ്റവും കൂടുതൽ സൺലൈറ്റ് ലഭിക്കുന്ന നഗരങ്ങളിൽ ഒന്നാണ്. 1980-കളിൽ തന്നെ ഈ നഗരം സോളാർ എനർജി സെന്റർ ആയി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഇവിടുത്തെ പല പബ്ലിക് ബിൽഡിങ്ങുകളിലും യൂണിവേഴ്സിറ്റികളിലും 100% സോളാർ വൈദ്യുതിയാണ് ഉപയോഗിക്കുന്നത്. 50-ലധികം വീടുകൾ മുഴുവനായും സോളാർ എനർജിയാണ് ഉപയോഗിക്കുന്നത്. ഫ്രൈബർഗ്, ഇത് ഇംഗ്ലീഷിൽ ശരിക്കും ഫ്രൈബർഗ് എന്നും ജർമ്മനിയിൽ ഫ്രൈബുർഗ് എന്നാണ് കേട്ടോ വിളിക്കുന്നത്. ഫ്രൈബുർഗിൽ മാത്രം വരുന്നവർക്ക് തന്നെ ഇതൊരു എൻജോയ് ചെയ്യാൻ പറ്റിയ മനോഹരമായ സിറ്റിയാണ്. ഈ സിറ്റി ബ്ലാക്ക് ഫോറസ്റ്റിന്റെ എൻട്രി ഗേറ്റ് ആയതുകൊണ്ട് തന്നെ ഇവിടെ നിന്ന് അടുത്ത് യാത്ര ചെയ്യാൻ പറ്റിയ ഒരുപാട് സ്ഥലങ്ങളുണ്ട്. പിന്നെ ഫ്രൈബുർഗിൽ വന്നാൽ മിസ് ചെയ്യാൻ പാടില്ലാത്ത ഒരു സ്ഥലമാണ് ഷൗയിൻസ്ലാൻഡ്. അടുത്ത വീഡിയോയിൽ നമുക്ക് അവിടുത്തെ വിശേഷങ്ങൾ കാണാം. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്.